ചീഫ് സെക്രട്ടറി എ ജയതിലകിനെതിരെ മുന്നറിയിപ്പുമായി എൻ പ്രശാന്ത് IAS. തന്റെ സസ്പെൻഷനു പിന്നിൽ പ്രവർത്തിച്ചത് ആരെന്നതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫയലുകളും ലഭിച്ചുവെന്ന് എൻ പ്രശാന്ത് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. സസ്പെൻഷനു പിന്നിൽ നടന്ന കാര്യങ്ങൾ പുറത്തുവിടുമെന്നും എൻ പ്രശാന്ത് പ്രതികരിച്ചു. തന്റെ സസ്പെൻഷന് പിന്നിൽ എന്താണ് നടന്നതെന്ന കാര്യങ്ങൾ പുറത്തുവിടുമെന്ന് മുന്നറിയിപ്പ് നൽകിയാണ് എൻ പ്രശാന്ത് IAS ഫേസ്ബുക്കിൽ സ്ക്രീൻഷോട്ട് സഹിതം കുറിപ്പെഴുതിയിരിക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ എഴുതിയെന്നും ആരെ തിരുത്തിയെന്നും പുറത്തുവരും. തിരുവായ്ക്ക് എതിർവായില്ലാത്ത വിധം ചീഫ് സെക്രട്ടറി എ ജയതിലകിന് ആരാണ് ഇത്രയധികം അധികാരങ്ങൾ നൽകിയതെന്നും പ്രശാന്ത് ഫേസ്ബുക്ക് കുറിപ്പിൽ ചോദിക്കുന്നുണ്ട്. മുതിർന്ന IAS ഉദ്യോഗസ്ഥരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിന് കഴിഞ്ഞ 7 മാസമായി സസ്പെൻഷനിൽ കഴിയുകയാണ് എൻ പ്രശാന്ത് IAS. ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി ആയിരിക്കെയാണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്യുന്നത്. എ ജയതിലക് ചീഫ് സെക്രട്ടറി ആയ ശേഷം റിവ്യൂ കമ്മിറ്റി വീണ്ടും വിളിച്ചുകൂട്ടി 6 മാസത്തേക്ക് കൂടി സസ്പെൻഷൻ നീട്ടാൻ ശുപാർശ ചെയ്തുവെന്നാണ് എൻ പ്രശാന്തിന്റെ ആരോപണം. കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണമെന്നിരിക്കെ അത് വാങ്ങാതെ ചട്ടം ലംഘിച്ചാണ് സസ്പെൻഷൻ നീട്ടിയതെന്നും പ്രശാന്ത് പറയുന്നു. എന്തായാലും പ്രശാന്തിന്റെ പുതിയ വെളിപ്പെടുത്തലോടെ IAS തലപ്പത്തെ ചേരിപ്പോര് പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.